അല്ലേ? അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്ക് ആ ഗായികയെ ക്ഷണിക്കാം. റിയാലിറ്റി ഷോയിലൂടെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഈ കുട്ടിയോട് ഒരടുപ്പം കൂടുതൽ തോന്നി. കാരണം നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ സലീം എന്ന് പറയുന്ന ഗായകന്റെ സംഗീത കുടുംബം നമുക്കറിയാം. എല്ലാവരും പാട്ടുകാരനാണ്. സലീജ് വലിയ ലീഡ് സിംഗർ ആയിരുന്നു. ഇപ്പോഴാണ് പാട്ട് നിർത്തിയത്. പാട്ട് നിർത്തിയിട്ടില്ലല്ലേ? മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വളർന്ന പാട്ടുകാരിയായിട്ട് കണ്ടു. അങ്ങനെ നമുക്ക് പ്രിയങ്കരായി മാറിയ മൈലാഞ്ചിയിലൂടെ ഫേമസ് ആയ കണ്ണൂർ സലീം ഫാമിലിയിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ സിംഗർ. ലെറ്റ്സ് വെൽക്കം സജിലി സലീം. ഏതായാലും നമുക്ക് ആ ഗാനം കേൾക്കാം. വളരെ പ്രശസ്തമായ ഗാനം. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നത് ആ ഒരു പാട്ടുണ്ട്. സജിലിയെ സജിലിയാക്കി നിലനിർത്തിയ പ്രേക്ഷകരിലേക്ക് സ്വീകരണ മുറികളിലേക്ക് ക്ഷണിച്ചൊരു പാട്ടുണ്ട്. ഞാൻ പറയണ്ടല്ലോ. അതെ, എന്നെ ഏറ്റവും കൂടുതൽ മൈലാഞ്ചിയിലൂടെ പോപ്പുലർ ആക്കിയ സോങ് ആണ് ലൈല മജ്നു. യെസ്, അതിന്റെ രണ്ടുപേരും കൂടി കേൾക്കാം നമുക്ക് അല്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. താങ്ക് യു സോ മച്ച് സജിലി. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. വളരെയധികം സന്തോഷം. കുറേയധികം വലിയ വലിയ കലാകാരന്മാരെ കാണാനും കേൾക്കാനും സാധിച്ച് നിങ്ങളുടെ മുന്നിൽ എനിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനോട് സ്തുതി പറയാണ്. പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നവരെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവില്ലേ? ഒരു നല്ലൊരു കയ്യടി തന്നെ. മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റിലെ കണ്ടുവോ നീ ബൈത്തുകൾ മൂളുന്ന കാറ്റിലെ കണ്ടുവോ നീ ആമാരനെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ. ആഹാ മംഗല്യമിന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലമുല്ല വള്ളികൾ ചെണ്ടുകൾ കാണുന്നല്ലോ. ആഹാ ചെണ്ടുകൾ കാണുന്നല്ലോ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ. ആഹാ മംഗല്യമിന്നാണല്ലോ.
സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ വീണ്ടും നല്ല പാട്ടുകളുമായിട്ട് സജിലി എത്തുന്നത് കാത്തിരിക്കാം. Here we go. Okay. ആരും വെറുതെ ഇരിക്കരുതല്ലേ. കളിക്കില്ല. Come on, അവിടെ. 1, 2, 3, 4.
താങ്ക് യു സോ മച്ച്. ആൻഡ് റഫീഖ്, ബാക്ക് ടു റിതം പാഡ്. ഡാൻസ് ഉണ്ടായിരുന്നോ? ഡാൻസ് ഇഷ്ടപ്പെട്ടു. അറബി ഗാനത്തിലേക്കായിരിക്കാം. കാരണം നമ്മുടെ പെറ്റമ്മ നാട്ടിൽ നിന്നും പോറ്റമ്മ നാട്ടിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ ഒരുപക്ഷെ അവിടെ കിട്ടാത്ത സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ ഇവിടെ വളരെ അധികം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണാധികാരികളോട് നന്ദി പറയാം. അവർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരാം. നമ്മൾ ക്ഷണിക്കുകയാണ് അടുത്ത ഗായികയെ. ദൃശ്യമാധ്യമങ്ങളിൽ മൈലാഞ്ചിയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന ആ ഗായിക നിരവധി ഗാനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു അറബി ഗാനം നിങ്ങൾക്ക് സമ്മാനിക്കുവാനായി ഞാൻ ക്ഷണിക്കുകയാണ്. മലയാളി സമാജത്തിൻ്റെ ഈ തിരുമുറ്റത്ത് ഇതാ എത്തുന്നു സജില. ക്ഷണിക്കുന്നു സജില ഓൺ ദ സ്റ്റേജ്. مفيش حاجة تيجي كده يخدع حبيبي كده نرجع زي زمان يا ابني زماني هدلاني تاخد عيني كمان حبيبي قرب بصي وبصي بص على الميزان ميزان نص نص لحد النبوات أبغض أخلي نص لكيف أنت كيف حزران حبيبي قرب بصي وبصي بص على الميزان ميزان نص نص لحد النبوات أبغض أهلي نص لكيف أنت كيف حزران مفيش حاجة تيجي كده يخدع حبيبي كده نرجع زي زمان يا ابني زمان هدلاني تاخد عيني كمان ده هدم وتغبيك مني طيب مستهملك ويفعليتي يا بيبي شوفك قبولي غنتك عكتي بكتي معايا كتير ده هدم وتغبيك مني طيب مستهملك ويفعليتي يا بيبي شوفك قبولي غنتك عكتي بكتي معايا كتير حبيبي قرب بصي وبصي بص على الميزان يزال نص نص تحت النبات أبغض أهلي نص لكيف أنت كيف هزران حبيبي قرب بصي وبصي بص على الميزان يزال نص نص تحت النبات أبغض أهلي نص لكيف أنت كيف هزران مفيش حاجة تيجي كده يخدع حبيبي كده نرجع زي زمان يا ابني زمان هدلاني تاخد عيني كمان يا وقايل انا هلب الهدي هلبو مدو وعيونه تدو واللي بدي مقام حقتي بنشفان وتغيل انا تتغلب فيه سيدي وزير احدوها جيني سفلي علينا سيدي علينا سيدي يا بابا والسلام عليك يا بابا الله الله يا بابا
يا أشهد في الله يا بابا وأشك في زواي يا بابا أشهد في الله وأشك في زواي يا بابا سيدي منصور يا بابا ونجيك نزور يا بابا الله الله يا بابا الله يا بابا وقايل انا يا بابا البل هدين يا بابا وقايل انا البل هدين يا بابا سيدي منصور يا بابا ونجيك نزور يا بابا الله الله يا بابا والسلام عليك يا بابا الله الله يا بابا سيدي منصور يا بابا سيدي منصور يا بابا ونجيك نزور يا بابا. Thank you.